വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഫ്രഷ് മുരിങ്ങക്കോൽ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ അത്ര സാധാരണ അല്ല കേട്ടോ മുരിങ്ങക്കോലൊക്കെ കിട്ടുന്നത്. ഞാനിവിടെ ഷിക്കാഗോയിലാണ്. അപ്പോൾ കൂടുതലും നമുക്ക് ഫ്രോസൺ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഫ്രഷ് ആയിട്ട് കാണുമ്പോഴത്തേനും നമുക്കൊരു അത് മേടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുമല്ലോ. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അതുകൊണ്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും പിരിങ്ങയും മുരിങ്ങക്കോലും കൂടെ ഇട്ട് തേങ്ങ വറുത്തരിച്ചൊരു കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് കുറച്ച് വാളംപുളിയാണ്. അതും കൂടെ ചേർത്ത് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരിച്ച് ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുരിങ്ങക്കോല് ചീവി അതിൻ്റെ പുറത്തെ തൊലി ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാം. എനിക്ക് കൂടുതലും കട്ടിംഗ് ബോർഡ് വെച്ച് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. കാരണം പെട്ടെന്ന് അരിയാലോ. അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇതിനകത്ത് ആദ്യം കുറച്ച് ഉള്ളി വേണം. അത് സവോള അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ചെറിയ ഉള്ളിയാണേലും കുഴപ്പമില്ല കേട്ടോ, അതായിരിക്കും കൂടുതലും നല്ലത്. പക്ഷേ ഇപ്പം സവോള ഇട്ടാലും കുഴപ്പമില്ല. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും ആവശ്യമില്ല. കുറച്ച് ഇതിൻ്റെ ഒരു 4 മതി, ഇത്ര മതി. ഇപ്പം നാടൻ കറിയൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് ചട്ടി തന്നെ ഉണ്ടാക്കാം അല്ലേ. അതിനകത്ത് ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മുടെ ആ ഒതൻറ്റിക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലോട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും വേണം. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 അല്ലി വെളുത്തുള്ളി വേണം. അതുകൊണ്ട് അതിനകത്തേക്ക് നമുക്ക് കട്ട് ചെയ്തിടാം. ഇത് വഴറ്റി വേണം ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ അത്രയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയുള്ളൊരു ഇഞ്ചി മതി. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ചേർക്കുന്നത്. കാരണം നമ്മൾ പച്ച ചെമ്മീൻ അധികം വേവൊന്നുമില്ലല്ലോ. ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ചട്ടിക്കകത്തിട്ടിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇച്ചിരി കുഞ്ഞായിട്ട് തന്നെ ഇത് അരിഞ്ഞെടുക്കാവേ. ഇതുണ്ട്, ഇത്ര ഇഞ്ചി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പച്ചമുളക് 2 എണ്ണം, ഇതുണ്ട് ഈ 2 പച്ചമുളക്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു. ഇത് ഇച്ചിരി എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം ചേർക്കുന്നില്ല. 2 എണ്ണം മതി. ഇത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മുരിങ്ങക്കോലുണ്ടല്ലോ അതിൻ്റെ ആ തൊലിയൊന്ന് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. അപ്പം പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം. ഈ 3 എണ്ണം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. വണ്ണമൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്തോ ഒരു മുരിങ്ങക്കോല് കിട്ടും അല്ലേ, പക്ഷേ ഇവിടെ ഇതിനൊക്കെ നല്ല വിലയാണ്. 1 പൗണ്ടിനൊക്കെ നമുക്ക് 4.90. ഇതേ സെയിലായിരുന്നപ്പോൾ മേടിച്ചാണ് 4.99 ആണ്. ഇല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്കോലിന് 1 പൗണ്ടിന് $6.99 ആണ് ഡോളേഴ്സ്. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എന്തോരാണ്. നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ മുരിങ്ങക്കോലുണ്ടല്ലേ. പക്ഷേ അതിനൊന്നും അത്ര വില കൊടുക്കാറില്ല. എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ നാട്ടിലെ നമ്മുടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ വളരെ മിസ് ചെയ്യും. ഇത് ഫ്രഷ് ആയിട്ട് നമുക്ക് എപ്പോഴും കിട്ടുമ്പോഴത്തേനും നമുക്ക് അത്രയ്ക്ക് വില കൊടുക്കുകയൊന്നുമില്ല. പക്ഷേ നമ്മളിങ്ങനെ മേടിക്കുമ്പോഴാണ് ഇതിന് ഇത്രയും എന്നാ പറയണേ, ഇത്രയും വിലയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനെയൊന്നും അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത്. എന്തായാലും മുരിങ്ങക്കോലൊക്കെ ഉള്ളവരൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒത്തിരി ഗുണമുണ്ടല്ലോ ഇതിന്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഫ്രഷായിട്ട് അവൈലബിൾ ആകുമ്പോൾ അതെല്ലാം ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് ഫ്രഷായിട്ട് കിട്ടുമ്പോഴത്തേനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് നടുവെ മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ മുരിങ്ങക്കോലാണെങ്കിൽ നമുക്ക് നടുവേ ഒന്ന് മുറിക്കണം കേട്ടോ. ഇത് 2 സൈഡ് നമുക്കൊന്ന് ചെത്തിക്കളയാം. ഇതൊന്ന് കഴിക്കൊണ്ട് വരാം. പിന്നെ ഇത് നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഒത്തിരി നീളത്തിൻ്റെ ആവശ്യമില്ല. ഇത്ര നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവിയലിനൊന്നും കട്ട് ചെയ്യുന്ന ഒരു നീളമൊന്നും വേണ്ട കേട്ടോ. ഇതൊരു ചെറിയതായിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ എടുക്കുമ്പോൾ ഇങ്ങനെ 4 വരുവാണെങ്കിൽ നമുക്കിത് ഇതുപോലെ എടുത്ത് കളയാം. ഇനി നമ്മൾ കട്ട് ചെയ്ത മുരിങ്ങക്കോല് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു തക്കാളി കൂടെ ചേർക്കണം. ഇതിനകത്ത് നമ്മൾ വാളംപുളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു തക്കാളി കൂടെ ചേർത്താലും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ വേവിക്കാൻ വെക്കുന്നതിനകത്തോട്ട് ചേർക്കാം.
ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇനി നമുക്ക് നമ്മുടെ പച്ചച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇത് കേട്ടോ, ഇത് ഫ്രോസൺ ആയിരുന്നു. ഇവിടെ അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് ഫ്രോസൺ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് നമുക്കതിൻ്റെ ആ നാരൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് വെക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ഇതില്ലേ, ഇതിങ്ങനെ ഒന്ന് പറിച്ച് കളയാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ തല ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ എൻഡ്, ഞാൻ അങ്ങനെയാണ് ചെമ്മീൻ പൊളിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഇതില്ലേ അങ്ങ് പൊളിച്ച് കളയാം. ഇച്ചിരി വലിയ ചെമ്മീനാണ്. ഇനി വാലും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ചിലർക്ക് ഇത് കടിക്കുന്ന ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റിക്കളയാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിലൊരു വര ഇതുണ്ടല്ലോ, ഈ ഞരമ്പ്, ഇത് നമ്മൾ എടുത്ത് കളയണം. ഇങ്ങനെ എടുത്ത് കളയണം. പിന്നെ നമുക്കിതൊന്ന് ഇങ്ങനെയാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും കളഞ്ഞ് പിന്നെ അതിനകത്ത് ഞരമ്പുണ്ടല്ലോ അതുകൂടെ കളയണം. എന്നാലേ ഉള്ളൂ അത് ക്ലീൻ ആകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന ഉള്ളിയും മുരിങ്ങക്കോലൊക്കെ ഉണ്ടല്ലോ, അതെവിടം വരെ ആയി നോക്കാം. തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുരിങ്ങക്കോലൊക്കെ വെന്ത് വരുന്നുണ്ട്. ഒരു കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ഇതിൻ്റെ ഇതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറക്കണം. അപ്പോൾ നമ്മൾ ഫ്രഷ് തേങ്ങ നമുക്ക് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതായത് തേങ്ങ ഡ്രൈ ചെയ്തത്. ഇതാകുമ്പോഴത്തേനും അധികം സമയം എടുക്കത്തില്ല നമുക്ക് വറുത്തെടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല നമ്മൾ സാധാരണ ഉള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വറക്കുന്ന പോലെ തന്നെയാണ് കോക്കനട്ട് പൗഡർ, അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നും പറഞ്ഞ് ഇവിടെ കടയിൽ കിട്ടും. മധുരം ഇല്ലാത്തതാണ് കേട്ടോ. ചിലത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് മധുരം കാണും, അതല്ലാത്തത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഇത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ മേടിച്ചിട്ട് അത് ചിരണ്ടി ഇത് നമ്മൾ വറുത്തെടുത്താൽ മതി. ഇതാണ് ഞാനിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഓരോ എളുപ്പപ്പണികൾ ഉപയോഗിക്കാം അല്ലേ. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിത് ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നതിനകത്ത് ഞാനിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് തേങ്ങ നമ്മൾ ചിരണ്ടി അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനായിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്കൊരു വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് മതി. ഇതിനകത്തോട്ടാണ് നമ്മൾ തേങ്ങ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതാകും കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയേക്കരുത്. നമ്മൾ നോക്കി നിൽക്കുമ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് ഡ്രൈ ആയി വരുവേ. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട്. പിന്നെ ലോ ഫ്ലെയിമിലും വിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഇത് ഓൾമോസ്റ്റ് ആയി. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ ഓൾറെഡി മാറി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇത് എരിവുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു 1/2 ടേബിൾ സ്പൂണാണ് അത്രയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇതിൻ്റെ ചൂട് തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ഇത് മൂക്കും. ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു കളറാണ് വേണ്ടത്. നമ്മൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗ ഓഫ് ചെയ്താലും ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവേ, അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മൊത്തം പോവും. അതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ച് വേണം നമ്മൾ തേങ്ങ വറുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കോലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച് വരുന്ന ചെമ്മീൻ ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഈ ചെമ്മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ അധികം വേവില്ല, അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നമ്മളിതൊന്ന് നോക്കണം, അല്ലെങ്കിൽ അത് ഒത്തിരി റബ്ബറി ആവും. അപ്പോൾ ഇത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം മതി കേട്ടോ, ഒത്തിരി വെള്ളം വേണ്ട ഇപ്പം, കാരണം നമ്മളിനി അരച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വെള്ളം മതി.
ഇവിടെ ഇരുന്ന് ഈ ചെമ്മീനും കൂടെ ഒന്ന് വേവട്ടെ. ഈ കറിക്കകത്ത് നമ്മൾ ചേർക്കുന്നത് വാളംപുളിയാണ്, കുടംപുളിയല്ല, വാളംപുളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു ചെറിയ നാരങ്ങയുടെ മുഴുപ്പുണ്ടല്ലോ, അത്രയും ഉള്ള ഇത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് അലിക്കാനായിട്ടുള്ള സമയം കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതെല്ലാം റെഡി ആയിക്കോളും. ഇപ്പോൾ തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരയ്ക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ആറ് കഴിഞ്ഞും ഇതിൻ്റെ കളർ ഇതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ അരയ്ക്കണം. വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മൊത്തം അങ്ങ് മാറിപ്പോവേ. കണ്ടോ, ഞാനിതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇത് അരയ്ക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇത് തന്നെ വരുന്നതാണ് കേട്ടോ, ഇതിൻ്റെ ഇത് ഓയിലി ആയിട്ട് വരും. ഇനി ഇത് നമ്മൾ കറിക്കകത്തോട്ട് ചേർക്കാം. ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകും, നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇതുണ്ടല്ലോ, ഇതിനകത്തേക്ക് ചേർക്കാം. ഇതുണ്ടോ, ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അരച്ച് വെച്ചിരുന്ന ഈ തേങ്ങ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാവേ. അതുപോലെ തന്നെ അടപ്പിലും ഇത്തിരി അരപ്പിരിപ്പുണ്ടല്ലോ, അതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനകത്തേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വെച്ചിരുന്ന വാളംപുളി ഉണ്ടല്ലോ, അതൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ചേർക്കാം. പിന്നെ ഇതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഇനി ബാക്കിയോടെ പിഴിഞ്ഞ് ഒഴിക്കാം. കുറച്ച് ഉപ്പോടെ ചേർക്കാവേ. മതി. ഇനി ഇതൊന്ന് ചൂടാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കറി ഇവിടെ റെഡിയാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇതിനകത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇടുക, ഇതുകൂടെ ഇടാം. ഇതങ്ങ് മൂടി വെച്ചേക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണേ. ഇനി ഇത് ചട്ടിക്കകത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ചാറൊക്കെ ഒന്നുകൂടെ കുറവും. അപ്പം നമുക്ക് ആ സമയം വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെക്കാം, മൂടിയിരിക്കട്ടെ. ചെമ്മീൻ മുരിങ്ങക്കോലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ. കണ്ടിട്ട് തന്നെ നല്ല കറിയാന്ന് തോന്നുന്നില്ലേ? അടിപൊളി കറിയാണിത് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കൊരു കുറച്ച് ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കാം. കുറച്ച് ചെമ്മീനും മുരിങ്ങക്കോലും എടുക്കാം. കൂട്ടത്തിൽ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അച്ചിങ്ങ മെഴുക്കുവരട്ടിയില്ലേ, അതാണ്. നമ്മൾ ചെമ്മീനും മുരിങ്ങക്കോലും കൂടെ വറുത്തരച്ച കറി റെഡിയാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുവാണ്. ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.